ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അതിപുരാതന വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും കടത്തിയ കുപ്രസിദ്ധ വിഗ്രഹക്കടത്തുകാരൻ. വിവിധ രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്ന വൻ കള്ളക്കടത്ത് സാമ്രാജ്യത്തിന്റെ അധിപൻ. അമേരിക്കയിലെ കേസുകളെ ഭയന്ന് തമിഴ്നാട്ടിലെ ജയിലിൽ കഴിയുന്ന സുഭാഷ് ചന്ദ്ര കപൂർ. US പൗരത്വമുള്ള ആ ഇന്ത്യൻ വംശജനെ കുറിച്ചാണ് ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസ് പരിഗണിക്കവേ ഹൈക്കോടതി പരാമർശിച്ചത്. ശബരിമല സ്വർണ്ണമോഷണത്തിന് രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി സാമ്യമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞത് വെറുതെയല്ല. അമ്പരപ്പിക്കുന്നതായിരുന്നു സുഭാഷ് കപൂർ സംഘത്തിന്റെ മോഡസ് ഓപ്പറാണ്ടി. ഉത്തരേന്ത്യയിൽ ജനിച്ച സുഭാഷ് കപൂർ പിന്നീട് അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുകയായിരുന്നു. ന്യൂയോർക്കിലെ തന്റെ ആർട്ട് ഗാലറിയായ ആർട്ട് ഓഫ് ദി പാസ്റ്റ് വഴിയാണ് മോഷ്ടിച്ച വസ്തുക്കൾ സുഭാഷ് കപൂർ വിറ്റിരുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 13ലധികം രാജ്യങ്ങളിൽ നിന്ന് ഇയാൾ വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലെ വരദരാജപ്പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് 19 വിഗ്രഹങ്ങൾ മോഷ്ടിച്ച് നിയമവിരുദ്ധമായി കയറ്റുമതി ചെയ്തുൾപ്പെടെ 800 കോടിയിലധികം വിലമതിക്കുന്ന പുരാവസ്തുക്കൾ മോഷ്ടിച്ച കേസിൽ പ്രതിയാണ് സുഭാഷ് കപൂർ. 1970കളിലാണ് സുഭാഷ് കപൂർ വിഗ്രഹമോഷണം തുടങ്ങുന്നതെന്നാണ് രേഖകൾ. ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രതിമകളും ശിലയിൽ തീർത്ത വിഗ്രഹങ്ങളും ഇയാൾ മോഷ്ടിച്ചു കടത്തി. പലതും അമൂല്യമായവ. കൃത്രിമ രേഖകൾ ചമച്ചാണ് ഇവ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിറ്റിരുന്നത്. ഇന്റർപോൾ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ 2011 ഒക്ടോബർ 30 ജർമ്മനിയിലെ വിമാനത്താവളത്തിൽ വെച്ചാണ് സുഭാഷ് കപൂറിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. 2012 ജൂലൈ 13 ഇന്ത്യയിലെത്തിച്ച് വിഗ്രഹക്കടത്ത് കേസുകൾ അന്വേഷിക്കുന്ന തമിഴ്നാട് പോലീസ് സംഘത്തിന് കൈമാറി. ഇപ്പോൾ തിരുച്ചിറപ്പള്ളി സെൻട്രൽ ജയിലിലാണ് ഈ 75കാരൻ. ഉടയാർ പാളയത്ത് നിന്ന് 94 കോടി രൂപ വിലമതിക്കുന്ന 19 വിഗ്രഹങ്ങൾ മോഷ്ടിച്ച കേസിൽ കുംഭകോണത്തെ പ്രത്യേക കോടതി ഇയാളെയും മറ്റ് 5 പ്രതികളെയും 10 വർഷം കണ്ണുതടവിന് ശിക്ഷിച്ചിരുന്നു. സുഭാഷ് കപൂറിന് പുറമെ കൂട്ടാളികളായ സഞ്ജീവി അശോകൻ, മാരിസ്വാമി, ഭാഗ്യകുമാർ, ശ്രീറാം എന്ന ഉലഗു, പാർത്ഥിപൻ എന്നിവർക്കാണ് തടവ് ശിക്ഷ വിധിച്ചത്. തടവിനൊപ്പം 7000 രൂപ പിഴശിക്ഷയും സുഭാഷ് കപൂറിന് കോടതി വിധിച്ചിരുന്നു. ജയിലിൽ കഴിഞ്ഞ കാലാവധി കണക്കാക്കുമ്പോൾ ശിക്ഷാ കാലാവധി കഴിഞ്ഞെങ്കിലും പിഴയടയ്ക്കാതെ ഇയാൾ ജയിൽവാസം തുടരുകയാണ്. കോടീശ്വരനായ കപൂർ വെറും 7000 രൂപ അടയ്ക്കാത്തത് വെറുതെയല്ല. പുറത്തിറങ്ങിയാൽ US നാട് കടത്തുമെന്നും അവിടെ തനിക്കെതിരായ നിരവധി വിഗ്രഹമോഷണ കേസുകളിൽ ശിക്ഷിക്കപ്പെടുമെന്നുമുള്ള ഭയം കാരണമാണ് ഇയാൾ ജയിലിൽ തുടരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ക്ഷേത്രത്തിലെ പൂജാരിക്കോ ക്ഷേത്ര ജീവനക്കാർക്കോ കൈക്കൂലി നൽകിയാണ് സുഭാഷ് കപൂറും സംഘവും വിഗ്രഹങ്ങൾ കൈക്കലാക്കിയിരുന്നത്. തുടർന്ന് ആളുകൾക്ക് സംശയമുണ്ടാകാതിരിക്കാൻ ക്ഷേത്ര ജീവനക്കാരുടെ സഹായത്തോടെ വിഗ്രഹത്തിന്റെ അതേ മാതൃകയിൽ വ്യാജനുണ്ടാക്കി പകരം വയ്ക്കും. ക്ഷേത്ര ജീവനക്കാർ സഹകരിക്കാത്ത സ്ഥലങ്ങളിൽ വിദഗ്ധരായ മോഷ്ടാക്കളുടെ സഹായത്തോടെയായിരുന്നു ഓപ്പറേഷൻ. പുരാവസ്തുക്കൾ കാഠ്മണ്ഡുവിലേക്കും തുടർന്ന് സിംഗപ്പൂരിലേക്കും അവിടെ നിന്ന് UK US കൊണ്ടുപോകുന്നതായിരുന്നു ഇയാളുടെ രീതി. ഓസ്ട്രേലിയയിലേക്കും ഇയാൾ പുരാവസ്തുക്കൾ കടത്തിയിരുന്നു. ചരിത്രകാരന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ സഹായത്തോടെ ക്ഷേത്രങ്ങളിലെ ഏറ്റവും പുരാതനമായ വിഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞാണ് കപൂറും സംഘവും മോഷ്ടിച്ചിരുന്നത്. വിഗ്രഹം കടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സേവനം പോലും മോഷ്ടാക്കൾ ദുരുപയോഗം ചെയ്യുന്നതായാണ് പോലീസ് കണ്ടെത്തൽ. വ്യാജ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് അവ പുരാതനമല്ലെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സാക്ഷ്യപത്രം നേടിയ ശേഷം അതുപയോഗിച്ച് മോഷ്ടിച്ച യഥാർത്ഥ വിഗ്രഹങ്ങൾ തന്നെ ഇന്ത്യക്ക് പുറത്തേക്ക് കടത്തുന്നതായിരുന്നു രീതി. സുഭാഷ് കപൂറിന്റെ അമേരിക്കയിലെ ആർട്ട് ഗാലറിയിൽ റെയ്ഡ് നടത്തിയ US അധികൃതരുടെ കണക്കനുസരിച്ച് 1193 കോടി രൂപയുടെ 2500-ലധികം വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. ഏകദേശം 33 കോടി രൂപ വിലമതിക്കുന്ന 307 പുരാവസ്തുക്കൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തിരികെ നൽകുമെന്ന് 2022 ഒക്ടോബറിൽ മാൻഹട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ആൽവിൻ എൽ ബ്രാഗ് ജൂനിയർ പ്രഖ്യാപിച്ചു. സംഘം മോഷ്ടിച്ചു കടത്തിയ പുരാവസ്തുക്കൾ മുഴുവനും തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ സർക്കാരും ശ്രമം തുടരുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ച ചോള കാലഘട്ടത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹം അമേരിക്കയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. 5 തലയുള്ള പാമ്പിന് മുകളിൽ നിന്ന് ശ്രീകൃഷ്ണൻ നൃത്തം ചെയ്യുന്ന വിഗ്രഹമാണിത്. 2005 5.2 കോടി രൂപയ്ക്കാണ് സുഭാഷ് കപൂർ ഈ വിഗ്രഹം വിറ്റതെന്ന് പോലീസ് പറയുന്നു. 11-12 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച വിഗ്രഹം വ്യാജരേഖകൾ ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് കടത്തുകയായിരുന്നു. ഇഷ്ടപ്പെട്ട വിഗ്രഹങ്ങൾ കണ്ടാൽ അത് ഏതു വിധേനയും അടിച്ചുമാറ്റിയിരുന്ന സുഭാഷ് കപൂറിന് സിംഗപ്പൂർക്കാരിയായ മുൻ കാമുകിയാണ് ഒടുവിൽ ജയിലിലേക്കുള്ള വഴി തുറന്നത്. ഇരുവരും പിണങ്ങിയപ്പോൾ സുഭാഷ് കപൂർ വിഗ്രഹമോഷ്ടാവാണെന്ന് വ്യക്തമാക്കി US ഹോംലാൻഡ് സെക്യൂരിറ്റി അധികൃതർക്ക് കാമുകി കത്തുകൾ അയക്കുകയായിരുന്നു. ഇതാണ് അന്വേഷണത്തിലേക്ക് വഴി തുറന്നത്. സുഭാഷ് കപൂറിന്റെ കവർച്ചകളുടെ കൃത്യമായ കണക്ക് ഇപ്പോഴും അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമല്ല. കപൂർ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ 100 കണക്കിന് പുരാവസ്തുക്കൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ സ്വകാര്യ ശേഖരങ്ങളിലും മ്യൂസിയങ്ങളിലുമായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ കൂടുതൽ മോഷണ കേസുകളിൽ വിചാരണ കാത്തു കഴിയുകയാണ് ഇയാൾ. സമാനതകളില്ലാത്തതാണ് സുഭാഷ് കപൂറിന്റെ മോഷണ ചരിത്രം. അതുകൊണ്ട് തന്നെ ജയിലിൽ കഴിയുമ്പോഴും ഈ രാജ്യാന്തര കള്ളക്കടത്തുകാരനെ എഴുതി തള്ളുക വയ്യ.